നമ്മുടെ മണ്ണാർക്കാടിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടി അത് മറ്റുള്ളവരേക്ക് എത്തിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മൾ ഈ കാഴ്ചകളെ കാണാനേ ഇവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ പുതിയ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണാർക്കാടിൻ്റെ കാര്യം നാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. മലനിരകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദേശമാണ് നമ്മുടെ മണ്ണാർക്കാട്. റോഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വണ്ടികളെ നോക്കൂല, വണ്ടി വരുന്നുണ്ടോ, ആ വണ്ടി എത്ര എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഒന്നും നോക്കാതെ ഈ യാത്രക്കാര് ഈ റോഡ് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നഗരം ശരിക്കും അടിപൊളിയായി കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നല്ല മഴക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ മഴ നല്ല കാറ്റടിച്ചിരുന്നു അവിടെ നോട്ടമല നിൽക്കുമ്പോഴേ, നല്ല കാറ്റായിരുന്നു. അപ്പോ ആദ്യം എത്ര മഴ പെയ്യുമ്പോൾ അത്ര കാറ്റടിച്ചിരുന്നില്ല. അതാണ് ആ മരങ്ങൾ പോയതുകൊണ്ട് നല്ല കാറ്റിന്റെ ശക്തി നല്ലോണം ഉണ്ട്. ഞാനേ നമ്മുടെ സ്വന്തം മണ്ണാർക്കാടിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാണ്. ഒന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം മഴക്കാറ് മൂടിയിട്ട് മഴ ഇന്ന് പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നെല്ലിപ്പുഴയിലായ നൊട്ടമലയിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഈ കാഴ്ചകളൊന്നും കണ്ടിരുന്നില്ല, താഴേക്കുള്ള കാഴ്ചയൊന്നും കണ്ടിരുന്നില്ല. അവിടെ തെങ്ങും ചെറുതായിട്ടുള്ള പനി ഇതൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നല്ല രസമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വാഹനങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെട്ടാണ്ട്. അത് സ്വന്തം സ്ഥലമായതുകൊണ്ട് മാത്രമാണോ വെട്ടിയത് എന്ന് എനിക്കറിയില്ല. നമ്മളെ മണ്ണാർക്കാട് അടിപൊളിയാക്കണം എന്നുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ണാർക്കാട് നഗരസഭ. അതായത് നമ്മുടെ നെല്ലിപ്പുഴ പാലം, പഴയ പാലം പുതിയ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമ്മുടെ മണ്ണാർക്കാടിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടി അത് മറ്റുള്ളവരേക്ക് എത്തിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മൾ ഈ കാഴ്ചകളെ കാണാനേ ഇവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ പുതിയ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണാർക്കാടിൻ്റെ കാര്യം നാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. മലനിരകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദേശമാണ് നമ്മുടെ മണ്ണാർക്കാട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വരുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിച്ച് വിടുക വേണ്ട. അല്ലാതെ നിരുത്സാഹപ്പെടുത്തിയിട്ടല്ല നമ്മൾ കാഴ്ചകൾ കാണാൻ എത്തേണ്ടത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമാട്ടോ. ഒരു വ്യൂ പോയിന്റ് എന്ന് പറയില്ലേ, നമ്മൾ ഒരു എന്താ പറയുക ത്രില്ല് മോഡല്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ നമ്മളിപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മൾ അന്ന് എന്ന് പറഞ്ഞാലും നമ്മളിവിടുന്ന് ഒന്നും കൊണ്ടുപോകില്ല. നമുക്ക് ഈ സംസാരവും ഈ കാണലും ഈ ഇത് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി താഴത്തേക്ക് ഇറങ്ങാം, അതാവും നല്ലത് അല്ലേ. ഇവിടെ ഒന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് നല്ല തിരക്കാട്ടോ. അവിടെ നഗരത്തിലും തിരക്കായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ഈ നൊട്ടമലയിൽ ഭയങ്കര തിരക്കാണ്. ഒക്കെ ഈ ചെറിയ കാറുകളാണ് അധികം വരുന്നത്. അപ്പോൾ നഗരത്തിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ അതിന് മുന്നേ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് പുതിയ പദ്ധതികൾ നമ്മുടെ മണ്ണാർക്കാട് നഗരസഭ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ളത്, ഇവർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കണം. എല്ലാവരും അതിൻ്റെ നിങ്ങളൊരു റിവ്യൂ
അടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, റിവ്യൂ പറയണം എന്നാ പറയാ, എന്തിനൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ തീവണ്ടി യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞത്. നമുക്ക് ഒരാളെ മനസ്സിലാക്കാനും ഒരു ആളെ അറിയാനും വിശ്വാസം എന്താണെന്നൊക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റി എന്നും കൂടി പറയാം. പറഞ്ഞ സമയത്തിൻ്റെ ഒരു വിലയും കൂടി എടുത്തിട്ടില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഒക്കെ നമ്മളറിയണവരാ, പക്ഷെ ഞാൻ ആരും അറിയില്ല. എന്താണ് പോലെ നല്ല തിരക്കാട്ടോ. ഇനി വൈകുന്നേരം ഇപ്പൊ സമയം 6 മണി ആവണുള്ളൂ, 5:30 മണി 6 മണി ആവണുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താവും അറിയില്ല. അപ്പോ അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളുണ്ടോ. അത് ഏകദേശമൊക്കെ അങ്ങനെ തന്നെ ആയിട്ടാവും വരിക. കുറച്ചും കൂടി സമയം കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മള് ദുഃഖകരമായൊരു വാർത്ത ഇന്ന് കേട്ടു അല്ലേ. എല്ലാ വിശ്വാസികളുടെയും പിതാവിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് മാർപ്പാപ്പ കാലം ചെയ്തു ആദരാഞ്ജലികൾ. അതൊരു വിശ്വാസം തന്നെയാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയല്ല. വിശ്വാസമുള്ളവർക്ക് വിശ്വാസമാണ്, അല്ലാത്തവർക്ക് വിശ്വാസമല്ല. ശരിക്കും നമുക്ക് വിശ്വാസം എന്നുള്ളത് ഇപ്പൊ വല്ലാതെ പഠിപ്പിക്കൊന്നും വേണ്ടല്ലേ. അപ്പോൾ നമ്മുടെ നഗരം ശരിക്കും അടിപൊളിയായി കൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ നല്ല മഴക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മഴ നല്ല കാറ്റടിച്ചിരുന്നു അവിടെ നൊട്ടമല നിൽക്കുമ്പോഴേ. നല്ല കാറ്റായിരുന്നു. അപ്പോൾ ആദ്യം എത്ര മഴ പെയ്യുമ്പോൾ അത്ര കാറ്റടിച്ചിട്ടില്ല. അതായത് ആ മരങ്ങൾ പോയതുകൊണ്ട് നല്ല കാറ്റിൻ്റെ ശക്തി നല്ലോണം ഉണ്ട്. അപ്പോൾ ഈ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോഴേ, ഈ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഉണ്ടാവും. അവരൊക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല, ഷെയറിങ്ങും ബാലൻസ് പോവും. ബാക്കിൽ അത്രയും ലോഡ് ഉണ്ടാകുമ്പോൾ അതാണ് ഈ ചുരങ്ങളിലൊക്കെ അധികം മരം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബ്ലോക്കിൻ്റെ കാര്യങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു. അതാണ് തുടങ്ങാട്ടോ ബ്ലോക്ക്. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം വേണമെന്ന് പറഞ്ഞു. എന്ത് രസാട്ടോ കാണാന്. ഓ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗം നമ്മുടെ പാലക്കാടിന് കേട്ടോ. ഇത് നിങ്ങളെങ്ങനെ ഈ മൊബൈലിൽ ക്യാമറയിൽ ആസ്വദിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ പറയട്ടെ, നമ്മുടെ അമേരിക്കയിൽ കിട്ടും അത്ര സൗന്ദര്യം, ജപ്പാനിൽ കിട്ടും അത്ര സൗന്ദര്യം, ഒരിക്കലും കിട്ടില്ല. അത് നമ്മുടെ മണ്ണാർക്കാട് തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മഴയൊക്കെ ഇടയ്ക്ക് കൊള്ളണ സുഹൃത്തുക്കളെ. കാരണം എന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രാന്താണ്. ഇപ്പോൾ ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മുഴുവൻ പ്രാന്തായോന്ന്. അതങ്ങനെയാവൂലേ. ആ ഉച്ചയ്ക്കും അതേപോലെ ഈ വൈകുന്നേരത്തും രാവിലെ ഒരു പ്രത്യേക ഫീലാണ്. എന്തൊരു രസം. ഇവിടെ മണ്ണാർക്കാടിന് സിഗ്നൽ വേണം. സിഗ്നൽ ലൈറ്റ് എന്തായാലും വേണം. ട്രാഫിക്കിന്റെ ഒരു ബോധം റോഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. വണ്ടികളെ നോക്കൂല. വണ്ടി വരുന്നുണ്ടോ, ആ വണ്ടി എത്ര എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഒന്നും നോക്കാതെയാണ് ഈ യാത്രക്കാര് ഈ റോഡ് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ തട്ടേ മുട്ടേ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം തന്നെയാണ്. തെറ്റ് അവരേട്ട് ഉണ്ടാവില്ല, ഒക്കെ നമ്മളേട്ടാവും. ഒക്കെ ബോധവൽക്കരണം കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ. എന്ത് വൽക്കരിച്ചിട്ടും കാര്യമില്ല. ജനങ്ങളേതായ രീതിയിൽ തന്നെ പോവുള്ളൂ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എന്ത് പറഞ്ഞ കാര്യം.
അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഒരു കോയമ്പത്തൂർക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. ഞാനിത് ശരിക്കും ടിസ്റ്റാണ് വേണ്ടത് ശരിക്കില്ല. പക്ഷെ എന്താ അറിയോ, നമുക്കൊന്നും ആരുമില്ല. ഞാൻ വന്ന് പോകുമ്പോൾ സ്വഭാവത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് എന്താണെന്നറിയോ, അത് ഞാൻ കോയമ്പത്തൂർ യാത്രയിൽ ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ഒരു കഥ പൂർണ്ണമാവുള്ളൂ. ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു കുറച്ച് കാര്യങ്ങൾ ജോയിൻ ചെയ്യാണ്ട്, അപ്പോഴാണ് ഈ കഥയും ഞാനും കൂടി പൂർണ്ണമാകും. അതായത് ഞാൻ പോകുന്നല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ നാടിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ കണ്ടു, മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ദിവസം ഓരോ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് അവരോട്. മനസ്സിൽ നിന്ന് മറക്കാതെ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളതിനെ മറക്കാൻ പാടില്ല. അപ്പോൾ ബാക്കി എന്തായാലും കാണാം കേട്ടോ.